ഖേച്ചോ പാൽരി തടാകത്തിൽ നിന്ന് റംബോച്ചി ഗുഹയിലേക്കുള്ള യാത്ര ഒരല്പം കഠിനമാണ്, ഒരല്പം സാഹസികവുമാണ്. കുത്തനെയുള്ള കയറ്റം, ഇടുങ്ങിയ നടപ്പാത, ഒരല്പം അകലെ നിന്നുള്ള വന്യമൃഗങ്ങളുടെയും കാട്ടുപക്ഷികളുടെയും ശബ്ദങ്ങൾ, ഇതൊക്കെയാണെങ്കിലും തണുത്ത കാറ്റും നല്ല ഈറൻ അന്തരീക്ഷവും ഈ യാത്രയെ കുളിർമയുള്ള ഒരു അനുഭവമാക്കി മാറ്റുന്നു. സിക്കിമിലെ ശാന്തവും നിഗൂഢവുമായ സ്ഥലമാണ് ഖേച്ചോ പാൽരിയിലെ റിംപോച്ചെ ഗുഹ. സമൃദ്ധമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗുഹ ആത്മീയ പ്രാധാന്യമുള്ളതാണ്. റിംപോച്ചെ ഗുഹയിലേക്കുള്ള നടവഴിയിലും ടിബറ്റൻ പ്രാർത്ഥനാ ഫ്ലാഗുകൾ കാണാം. അനുഗ്രഹങ്ങൾക്ക് പുറമെ സംരക്ഷണവും നൽകും കാറ്റിലാടുന്ന ഈ പ്രാർത്ഥനകൾ എന്നാണ് വിശ്വാസം. ഒരൽപ്പം അകലെ നിന്ന് കേൾക്കുന്ന വന്യജീവികളുടെ ശബ്ദങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ ഈ പ്രാർത്ഥനകൾ അതിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മബലം നൽകും. ഖേച്ചോ പാൽരിയിലെ റിംപോച്ചെ ഗുഹ. ഈ പ്രദേശത്തിന്റെ പവിത്രമായ പ്രഭാവലയം ആരെയും ആകർഷിക്കും. ഇവിടെ തിരികൊളുത്തി ഇവിടെ ഉറങ്ങുന്ന ഒരു ബുദ്ധസന്യാസി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. തുറന്നു കിടക്കുന്ന ഈ ജാലകത്തിലൂടെ നോക്കുമ്പോൾ ഒരു മനുഷ്യ സാന്നിധ്യം നമുക്ക് അറിയാനും സാധിക്കും. പക്ഷേ സന്ദർശകർ കയറുന്ന ഈ ഗോവണി വഴി ആവില്ല അദ്ദേഹം ഇതിനകത്തേക്ക് വരുന്നതെന്ന് തോന്നുന്നു. കാട്ടിലേക്ക് തുറക്കുന്ന ഈ ഗുഹാമുഖത്തിലൂടെ ആവണം അദ്ദേഹം അതിനുള്ളിലേക്ക് വരുന്നത്. ആ ഗുഹാമുഖം യാത്രക്കാർക്ക് കണ്ടെത്താനാകുന്നതുമല്ല. അതിലുമുണ്ട് ഒരു നിഗൂഢത. സിദ്ധികൾ ആർജിക്കാനായി ഇവിടെ വന്ന് തപസ് ചെയ്യുന്നവരുണ്ട്. റിംപോച്ചെ ഗുഹയുടെ ദാർശനിക പശ്ചാത്തലം പ്രാദേശിക വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഗുഹ ഒരു കാലത്ത് അതീന്ദ്രിയ ജ്ഞാനാന്വേഷികളുടെ ധ്യാന കേന്ദ്രമായിരുന്നു. അതിനാൽ തന്നെ ഇവിടം സിദ്ധാന്ത ശക്തികളുടെയും ദൈവിക അനുഗ്രഹങ്ങളുടെയും പ്രഭാവത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ബുദ്ധമത ഭക്തരുടെയും തദ്ദേശവാസികളുടെയും വിശ്വാസം. താരാദേവിയുടെ ആത്മസാന്നിധ്യവും ഇവിടെ അനുഭവിക്കുന്നവരുണ്ട്. ആരെങ്കിലും ഈ ഗുഹ സന്ദർശിക്കുന്നുവെങ്കിൽ അവർക്ക് ആത്മീയ പ്രകാശം അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം അനുഭവപ്പെടുമെന്നും പ്രാദേശിക സമൂഹം കരുതുന്നു. റിംപോച്ചെ ഗുഹയിൽ നിന്നും 15 മിനിറ്റ് നടന്നാൽ മതി വ്യൂ പോയിന്റിലെത്താൻ. ദൂരം കുറവാണെങ്കിലും വന്യമൃഗ ഭീഷണി ഏറെയുള്ള വഴിയാണ്. പക്ഷേ നിരന്തരമായ മനുഷ്യ സാന്നിധ്യം കാരണം വന്യമൃഗങ്ങളൊന്നും ഇവിടേക്ക് വരാറില്ല. വന്നാൽ തന്നെ ആരെയും ആക്രമിക്കാൻ നിൽക്കാതെ ഓടി ഒളിക്കുകയാണ് പതിവ്. ഖേച്ചോ പാൽരി വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ചുറ്റുമുള്ള സമൃദ്ധമായ വനങ്ങളുടെയും ശാന്തമായ ഖേച്ചോ പാൽരി തടാകത്തിൻ്റെയും വിദൂരമായ കുന്നുകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ കാണാം. സന്ദർശകർക്ക് പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിഹഗ വീക്ഷണം. തെളിഞ്ഞ നീലാകാശവും ചടുലമായ പച്ചപ്പും. ചിത്രകാരന്മാരുടെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും പ്രിയപ്പെട്ട ഇടമാണിത്. ആത്മാന്വേഷകരുടെയും പ്രകൃതിപ്രേമികളുടെയും പറുദീസ. തീർത്ഥാടകരും വെറുതെ സ്ഥലം കാണാൻ വരുന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇടം. ഖേച്ചോ പാൽരി വ്യൂ പോയിന്റ്. താരാദേവിയുടെ പാദസ്പർശമാണ് ഖേച്ചോ പാൽരിയെ ശുദ്ധപ്രദേശമാക്കി മാറ്റുന്ന ഐതിഹ്യം. താരാദേവിയുമായി ബന്ധപ്പെട്ട മിത്തുകൾ ഈ തടാകത്തെയും ചുറ്റുപാടിനെയും വിശുദ്ധ പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടമാകെ താരാദേവിയുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്ന് ബുദ്ധമത അനുയായികൾ വിശ്വസിക്കുന്നു. ഇതിന് ഉപോദ്ബലകമായ സൂചനകൾ ഹിന്ദുമത ഗ്രന്ഥങ്ങളിലും ഉണ്ട്. താരാദേവിയുമായി ബന്ധപ്പെട്ട മിത്തുകൾ ഈ തടാകത്തെയും ചുറ്റുപാടിനെയും
വിശുദ്ധ പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നു. പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആത്മീയ ഊർജത്തിന്റെ സ്ഥലമായാണ് തീർത്ഥാടകർ ഇതിനെ കണക്കാക്കുന്നത്. ഖേജോപരി ലേക്ക് വ്യൂ പോയിന്റിനോട് ചേർന്ന് ഒരു ഹോം സ്റ്റേ ഉണ്ട്. പ്രകൃതി സ്നേഹികൾക്ക് വന്ന് താമസിക്കാൻ അനുയോജ്യമായ ഇടമാണിത്. സോളോ ട്രാവലേഴ്സിന്റെ ഇഷ്ട ഇടം കൂടിയാണിത്. ധ്യാനം ചെയ്യാനും ഉള്ളിലെ മഹാപ്രപഞ്ചത്തിൽ വിലയം പ്രാപിക്കാനുമായി ഇവിടെ വരുന്നവർ അനേകം. ഈ ഹോം സ്റ്റേയുടെ ഉടമസ്ഥ റൂബി എന്ന വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയാണ്. മഹനീയമായ പാരമ്പര്യമുള്ള സിക്കിം ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് റൂബി. പാഷൻ ഫ്രൂട്ടിൽ നിന്നുണ്ടാക്കുന്ന നല്ല നാടൻ ബിയർ നൽകി റൂബി ഞങ്ങളെ സൽക്കരിച്ചു. Passion juice. It's like a traditional millet beer, but it's a passion juice.